പിന്നെ നമുക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് ഇപ്പോൾ പറയാനാണെങ്കിൽ സർവീസിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ കാറിൻ്റെ റിവ്യൂ അല്ല എടുക്കുന്നത്, ഒരു ആളുടെ വാഹനത്തെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആണ്. ഈ വാഹനത്തിൻ്റെ ഓണർ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് കണ്ണൻ, ഇദ്ദേഹത്തിൻ്റെയാണ് ഈ കാറ്. എന്തുകൊണ്ടാണ് ഈ കാറ് സെലക്ട് ചെയ്യാൻ കാര്യം, ഇഗ്നിസ് സെലക്ട് ചെയ്യാനുള്ള കാര്യം? ഇഗ്നിസ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഇതിനു മുമ്പ് വേറൊരു കാറുണ്ടായിരുന്നു. അത് ഞങ്ങൾ കൊടുത്ത് ഞങ്ങളുടെ ഫാമിലിക്ക്, അതായത് ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് പോവുക, അതായത് നമ്മുടെ ഒരു ബഡ്ജറ്റ് നിൽക്കുന്ന കാറായിരിക്കണം. അത് ഞാൻ കുറേ കാറ് നോക്കി, പക്ഷേ ഒന്നും അങ്ങ് ആയി വന്നില്ല. പിന്നെ ഞാനിങ്ങനെ നെക്സ പിന്നെ മാരുതി ഇങ്ങനെ നോക്കി വന്നപ്പോൾ നെക്സയുടെ പുതിയൊരു കാർ ലോഞ്ച് ചെയ്യാൻ ഇങ്ങനെ കണ്ടു. അത് ഇഗ്നിസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റും ഇതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം ഞാൻ ഇങ്ങനെ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തു, കുറേ റിവ്യൂസ് കണ്ടു. അങ്ങനെയെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരുടെയും കൂടെ പോകാനാണ് ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റ് കാർ എന്ന് പറയുകയാണെങ്കിൽ. ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ് നിസാൻ്റെ ഡാറ്റ്സൺ ഗോ പ്ലസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആ വണ്ടി ഒരു സാധാ കുടുംബക്കാർക്ക് പറ്റുകയാണെങ്കിൽ നമുക്കൊരു ആവറേജ് ഒരു 5 ലക്ഷം ആ റേഞ്ച് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. 7 സീറ്റർ വണ്ടിയാണ്. ഒരു ഫാമിലി ആണെങ്കിലും വേറെ ഫ്രണ്ട്സ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി. ലോങ് റൈഡ് പോയപ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ട് നമുക്ക് കിട്ടുന്നില്ല. ഭയങ്കര നടുവിനാണ് ബാക്ക്, അതായത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടില്ല, ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർക്ക്, ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു 10 വയസ്സ് ഇല്ലെങ്കിൽ ഒരു 12 വയസ്സ് അതിൽ പറ്റിയ ആൾക്കാർക്ക് 7 സീറ്റർ വണ്ടി എന്ന് പറഞ്ഞാലും ആ ഒരു ഇത് പറ്റിയ പിള്ളേർക്ക് മാത്രമേ ഇരിക്കത്തുള്ളൂ. അതാണെങ്കിലും ഇച്ചിരി കൂടെ പ്രായമുള്ളവരാണെങ്കിലും മുട്ടിടിക്കും, നമ്മുടെ തലയും ചെന്ന് ഇടിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നവർക്കാണെങ്കിൽ നടുവിന് കുറച്ച് ലോങ് റൈഡ് പോയി കഴിയുമ്പോൾ നടുവിന് നല്ല പെയിൻ വരുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ആ വണ്ടി മാറേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ കുറേ വണ്ടികൾ അന്വേഷിച്ചു. ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ബലേനോ എടുക്കണമെന്നായിരുന്നു ഞാനാണേലും അച്ഛനാണേലും അമ്മയും കൂടെ ഞങ്ങൾ 3 പേരും കൂടെ തീരുമാനിച്ചത്. അപ്പം ബലേനോ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഈ വണ്ടിയുടെ ഞാൻ ലോഞ്ച് കാണുന്നത്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ വണ്ടി നല്ലതാണ്, നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നുണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല പവറുണ്ട്, നല്ല കംഫർട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം കംഫർട്ട് നമുക്ക് ഓടിച്ചറിഞ്ഞാലേ നമുക്കറിയത്തുള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ ഇതെടുത്തിട്ട് ഇപ്പോൾ 4 കൊല്ലം കഴിഞ്ഞു. 4 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ബാംഗ്ലൂർ അച്ഛനും അമ്മയും വരുന്നു, ഞാനും എന്നെയും കൊണ്ടുവിടാം. ഞങ്ങൾ അങ്ങ് ഒത്തിരി പ്രാവശ്യം പോയി വന്നിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാണ്ട് ഈ വണ്ടിയിൽ നിന്ന് ഇതുവരെ ഒന്നുമില്ല. ഞാൻ ബലേനോ അപേക്ഷിച്ച് ഇതെടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ മൈലേജാണ്. മൈലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക്, അതായത് നമ്മുടെ നാട്ടിലെ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗട്ടർ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ റോട്ടിൽ കൂടെ നമുക്ക് പോകുമ്പോൾ കുറഞ്ഞത് ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ മൈലേജ് നമുക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പെട്രോൾ വില അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട ഒരു 18, 19, 20 നമുക്ക് കുറഞ്ഞത് കിട്ടണം. ആ ഒരു മൈലേജ് നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് അതായത് ഈ വണ്ടി കംഫർട്ടാണല്ലോ, എങ്ങനെ നോക്കിയാലും ഞാൻ ബലേനോ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി തന്നെയാണ്. അതായത് പ്രൈസ് റേഞ്ചും കൂടെ നമ്മൾ നോക്കിയിട്ട് ഈ വണ്ടിയാണ് ഞാൻ കൂടുതൽ കംഫർട്ടായിട്ട് കാണുന്നത്. ബലേനോ അല്ലാതെ വേറെ ഏതെങ്കിലും വണ്ടി കൺസിഡറേഷൻ ഉണ്ടായിരുന്നോ? ബലേനോ അല്ലാതെ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോളോ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബഡ്ജറ്റ് വെച്ച് നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. ഇപ്പം AC ഇട്ട് ഓടിക്കുകയാണ് നേരെ. പണ്ടത്തെ വണ്ടികൾ നമുക്കറിയാം, AC ഇട്ട് നമ്മൾ സിറ്റി ഡ്രൈവ് ചെയ്യുമ്പോൾ ഫസ്റ്റിലിട്ട് നിർത്തിയിട്ടൊന്ന് എടുക്കുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് നല്ലൊരു ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് ഈ വണ്ടികളിലും നമുക്ക് ഇപ്പോഴത്തെ ഇറങ്ങുന്ന പുതിയ ജനറേഷൻ വണ്ടികളിൽ നമുക്ക് അത് വരുന്നില്ല. പിന്നെ ഈ വണ്ടി കൂടിയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു കംഫർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഷേപ്പാണ്, പിന്നെ ഇതിൻ്റെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. നമുക്ക് നല്ലൊരു ഇതിൻ്റെ എൻജിൻ സൈഡിൽ നിന്നാണെങ്കിലും ഇതിൻ്റെ നമ്മൾ എവിടെ നിന്ന് നോക്കി നമുക്ക് നല്ലൊരു പെർഫോമൻസ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്.
പിന്നീട് വേറൊരു പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മൈലേജാണ്. നമുക്ക് മൈലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് നമ്മുടെ ഈ നമ്മുടെ വില്ലേജ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് റോഡിക്കകത്തോടെ നമുക്ക് തന്നെ 20 മൈലേജ്, ഒരു 19-20 റേഞ്ചിലാണ് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. അല്ല നമ്മൾ ഹൈവേ കയറുവാണ് നമുക്ക് 21-22 വരെ നമുക്ക് മൈലേജ് അതിൻ്റെ ഒന്ന് കിട്ടുന്നുണ്ട്. നാളെ ഒരു അപ്ഗ്രേഡിനെ പറ്റി ചിന്തിക്കുവാണെങ്കിൽ ഏത് വണ്ടിയായിരിക്കും എടുക്കുന്നത്? നാളെ ഒരു അപ്ഗ്രേഡ് ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും പോളോ തന്നെ ആയിരിക്കും എടുക്കുന്നത്. ഈ ഇഗ്നിസ് എത്ര ഇഷ്ടപ്പെട്ടു, എന്നിട്ട് സുസുക്കി അല്ലെങ്കിൽ മാരുതി ബ്രാൻഡ് പോലും അല്ല, അതിലേക്ക് പോകാനുള്ള കാരണം എന്താ? മാരുതി ബ്രാൻഡ് പോലും എന്ന് പറഞ്ഞാൽ നമുക്ക് പോളോ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ടാഗാണ്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു യൂത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു വ്യൂവിൽ നിന്ന് നോക്കുമ്പം ഇപ്പോൾ നമ്മൾ ആരാണെങ്കിലും പോളോ എന്ന് പറയുമ്പോൾ നമുക്കൊരു എൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എനിക്കതൊരു ഭയങ്കര അതിനോടൊരു സ്പെഷ്യൽ ഒരു ഇഷ്ടമാണ്. അതിൻ്റെ അതായത് പവർ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ഷേപ്പ് ആയിക്കോട്ടെ, ലുക്ക് ആയിക്കോട്ടെ, ഏതിൽ നോക്കുമ്പോൾ നമുക്ക് അതൊരു നമുക്ക് വേറൊരു മനസ്സിനാണെങ്കിലും ഞാൻ ഓടിച്ചിട്ടും കൂടെ ഉള്ളതാണ്. ഓടിക്കുമ്പോഴാണെങ്കിലും നമുക്കത് നല്ലൊരു കംഫർട്ട് ആൻഡ് ഫീൽ നമുക്ക് തരുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് എൻ്റെ നമ്മൾ എടുത്തു പറയണത് തന്നെ ജർമ്മൻ ടെക്നോളജി ആയിരിക്കണം എടുത്തു പറയേണ്ടത്. എഞ്ചിൻ്റെ നമ്മൾ ആ ഏരിയ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോളോയിൽ ഇഷ്ടപ്പെടുന്നത്. ഇപ്പം 4 വർഷമായി അല്ലേ? അതെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും ഏകദേശം? 4 കൊല്ലം കൊണ്ട് ഞങ്ങളിപ്പം 80,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. 80,000 കിലോമീറ്റർ കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് ഇതുവരെ ഈ വണ്ടി നമുക്കൊരു മേജർ ഒരു മെയിൻ്റനൻസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് അല്ലാതെ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്, അതായത് കൃത്യം സർവീസ് ചെയ്യുന്നുണ്ട്. കൃത്യം മെയിൻ്റനൻസ് മാത്രമേ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ളൂ. വേറെ ഒന്നും ഇതുവരെ മെയിനായിട്ട് പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് ഇപ്പോൾ പറയാനാണെങ്കിൽ സർവീസിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. എന്താ മാരുതിയുടെ സർവീസ് ഭയങ്കര നല്ലതാണ്. മാരുതിയുടെ സർവീസ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വണ്ടി പോയി എടുക്കുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഈ വണ്ടി ആദ്യം കോട്ടയത്ത് നിന്ന് ഓൾ ദ വേ ഞാനും അച്ഛനും അമ്മയും കൂടെയാണ് മലപ്പുറം പോയി എടുക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾ കോട്ടയത്ത് എന്ന് അച്ഛൻ്റെ ഫ്രണ്ടാണ്, അതായത് ഞങ്ങൾ ഈ വണ്ടി എടുക്കാൻ സഹായിച്ചൊരു ചേട്ടനുണ്ട്. അത് അവിടുത്തെ സർവീസ് മാനേജറാണ്. അത് കോട്ടയത്ത് ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് അവർ വണ്ടി വന്നിട്ടില്ല. വണ്ടി അപ്പോൾ അവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. അത് കോട്ടയത്തെ ലോഞ്ചും എല്ലാം കഴിഞ്ഞു, വണ്ടി അവിടെ ഇതായിട്ടുണ്ട്. നമ്മൾ എന്നിട്ടൊരു വണ്ടി നമ്മൾ ചോദിച്ചപ്പോൾ അവർ വണ്ടി വന്നിട്ടില്ല, വണ്ടിയുടെ ഒന്നും ഇതുവരെ ആയിട്ടില്ല എന്നും പറഞ്ഞ് നമ്മളെ ഒരു ഒഴിവാക്കുന്ന രീതി ആയപ്പം നമുക്ക് ഭയങ്കരമായിട്ട് അതൊരു ഫീലായി. പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് മലപ്പുറത്ത് വർക്കിംഗ് ആണ്, മാരുതിയുടെ നെക്സാ ഷോറൂമിൽ വർക്കിംഗ് ആണ്. പുള്ളി അവിടുത്തെ റിലേഷൻഷിപ്പ് മാനേജറാണ്. അപ്പോൾ ചേട്ടൻ വിളിച്ചു. ഓക്കെ, പുള്ളി ഞങ്ങളോടെല്ലാം സംസാരിച്ചു. ഞങ്ങൾ ഓൾ ദ വേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ മലപ്പുറം ചെന്നു. മലപ്പുറത്ത് നിന്ന് അവർ ടെസ്റ്റ് ഡ്രൈവിനാണ് മലപ്പുറം നമ്മളിവിടെ കൊണ്ടുവന്ന് വണ്ടി ഉണ്ട്. നമ്മൾ ഫുള്ള് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. നമ്മൾ ഫുള്ള് സാറ്റിസ്ഫൈഡായി, വണ്ടിയിൽ ഫുള്ള് സാറ്റിസ്ഫൈഡായി. പിന്നീട് ഞങ്ങൾ അവിടെ പോയിട്ട് വണ്ടി എടുത്ത് അവിടുന്ന് മലപ്പുറത്തുനിന്ന് ഞങ്ങൾ ഓടിച്ച് ഓടിച്ച് കൊണ്ടുവന്നാണേലും ഞങ്ങൾക്ക് ഒന്നുമില്ല, ഫുള്ള് കംപ്ലീറ്റ്ലി ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ നമുക്ക് അതായത് മലപ്പുറം വരെ പോയി സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞത് നമുക്കൊരു ഇതല്ലല്ലോ. അപ്പം ഞങ്ങളുടെ അടുത്ത് ഇൻഡസിൻ്റെ സർവീസ് സെൻ്റർ ഉണ്ട്. ഇൻഡസിൻ്റെ സർവീസ് സെൻ്റർ ഞങ്ങൾ കൊടുത്തു. അവർ കൊടുത്തു കഴിഞ്ഞപ്പം ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരെന്നിട്ട് ഞങ്ങളെ വിളിക്കും, ഓഫറുണ്ട്, ഇത്ര രൂപ ഓഫറുണ്ട്, നിങ്ങൾ വരൂ, 2,000 രൂപ 3,000 രൂപ സർവീസ് ഉള്ളൂ. ഞങ്ങൾ കൊണ്ടുവന്ന് നിന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ പമ്പ് മാറണം, ഇത് മാറണം എന്നും പറഞ്ഞാൽ അത് പുതിയ വണ്ടി ഇറങ്ങി വന്ന വണ്ടിയുടെ പമ്പ് മാറണം എന്ന് പറയുമ്പോൾ നമ്മളോർത്ത് എന്താണ്. എന്നിട്ട് അവർ നമുക്കൊരു വലിയ ലിസ്റ്റ് വന്നു, 13,000 രൂപ 14,000 ലിസ്റ്റ് വന്നു. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നേരെ തിരിച്ചു പോന്നു. നമ്മൾ എന്നിട്ട് പിന്നെ സർവീസ് ആയി കഴിഞ്ഞപ്പം കൃത്യം സർവീസ് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ സർവീസിന് വണ്ടി കയറ്റി തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് നമ്മുടെ ജാക്കിയില്ല, വീൽ സ്പാനറില്ല, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കാണാൻ പോകാൻ തുടങ്ങി. അതാണ് മെയിൻ നമുക്ക് സർവീസിൽ നിന്ന് വന്നിട്ടുള്ള ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോരോ ഇഷ്യൂസാണ് നമുക്ക് വന്നുള്ളത്. നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്താൽ അവരെടുത്തിട്ടില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. നമുക്കറിയാം നമ്മൾ കൊടുത്ത സാധനം അവിടെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് കാണാതെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു വലിയൊരു പരാജയമാണ് സർവീസ് സെൻറ്ററുകാർക്ക്. ഓക്കെ, ഇനി ഈ ഇഗ്നിസ് എടുക്കുന്ന ആരോടെങ്കിലും എന്ത് റെക്കമെൻഡേഷനാണ് കൊടുക്കാനുള്ളത്? എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അല്ലെങ്കിൽ എന്ത് പർപ്പസാണ് ഈ ഇഗ്നിസ് പോലൊരു വാഹനം? നമുക്ക് ഞാൻ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുകയാണെന്നെങ്കിൽ ഞാൻ അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒരു ആ റേഞ്ച് നമ്മൾ നോക്കുകയാണെന്നൊരു നമ്മുടെ ഒരു ഇതിൽ പോകുന്ന ഒരു മിഡ് റേഞ്ച് വണ്ടി എന്ന് നമ്മൾ പറയുന്നത് കൂടുതൽ ശരിയായിട്ട് പറയാം. മിഡ് റേഞ്ച് വണ്ടിയിൽ നമ്മൾ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ഒരു വണ്ടിയാണ് ഇഗ്നിസ് എന്ന് പറയേണ്ടത്. അതായത് ഒരു ഫാമിലി ഡ്രൈവ് വണ്ടി ആയിരിക്കണം.
അത് നമുക്ക് നല്ലൊരു അത് മെയിനായിട്ട് ഞാൻ അതിൻ്റെ ഇപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, കംഫർട്ടാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. ഒരു ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിലും ഒരു വില്ലേജ് റോഡിൽ കൂടെ പോകണമെങ്കിൽ നമുക്കൊരു ഒരു കുലുക്ക, ഞാൻ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു കുലുക്കമെന്നായിരിക്കും പറയുന്നത്. നമ്മൾ ചില വണ്ടിക്കകത്തിരിക്കും ഒരു ഭയങ്കര നമ്മൾ അകത്തിരിക്കുമ്പോൾ ഒരു അതായത് ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർക്ക് മെയിനായിട്ട് അത് അറിയാവുന്നത് കുലുക്കമായിരിക്കും വണ്ടിയുടെ അകത്ത്. ആ കുലുക്കം നമുക്ക് ഇതിൻ്റെ അകത്ത് അത്രയും അങ്ങോട്ട് വരുന്നില്ല. ആ ഒരു നമുക്ക് നല്ലൊരു കംഫർട്ട് നമുക്ക് തരുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന്. പിന്നെ അതിൻ്റെ പ്രൈസ് റേഞ്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്കത് ഇപ്പോഴാണ് ഇതിൻ്റെ പുതിയൊരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്, ഇഗ്നിസിൻ്റെ പുതിയൊരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അത് കാണാൻ കുറച്ചും കൂടെ ഒരു ബെറ്ററാണ്. ആ ഒരു ബെറ്റർ എഡീഷനാണ് ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വണ്ടി. അതാണ് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളതാണ്. ഒരു നല്ലൊരു പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട്, നല്ലൊരു കംഫർട്ടാണ്, പിന്നെ നല്ലൊരു മൈലേജ് ഉള്ളൊരു വണ്ടിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രൈസ് ഹൈക്കിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയൊരു വണ്ടിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാത്. ഒരു 20 മൈലേജൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ AMT വേർഷനും ഉണ്ട്, ഓട്ടോമാറ്റിക് വേർഷനും ഇതിൻ്റെ കിട്ടുന്നില്ല, നമുക്ക് ലഭ്യമാണ് ഇതിൻ്റെ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.